ഹായ് നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിപ്പോൾ ബോംബെയിലാണുള്ളത്. നമുക്കിന്നൊരു എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് കാണാൻ പോയാലോ? ഇതാണ് എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുകയാണ്. 3 മുട്ട പൊട്ടിച്ചൊഴിച്ചു, 4ാമത്തെ മുട്ട പൊട്ടിച്ചൊഴിക്കുന്നു. എനിക്ക് വേണ്ടിയുള്ള ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനുള്ള തിരക്കിലാണ് ഹായ്. ഈ സിക്കന്ദർ ഹായ് എന്നാണ് ഈ ഹായുടെ പേര്. 5 മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ചു. ഇത് 6ാമത്തെ മുട്ട വീണ്ടും പൊട്ടിക്കുകയാണ്. പയ്യാതെ അടുത്ത മുട്ട പൊട്ടിച്ചു. മൊത്തം 8 മുട്ട പൊട്ടിച്ചു. ഇനി പയ്യ ഇതിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. മിക്സ് ചെയ്ത് നൈസായിട്ട് ചീഞ്ചട്ടിയിലേക്ക് ഒഴിച്ചു. അതിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഏതാണ്ടൊക്കെ ചെയ്യുന്നുണ്ട് ചെറുതായിട്ട്. അതായത് നമ്മളൊരു ഓംപ്ലേറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുള്ളി ചെറിയൊരു ഓംപ്ലേറ്റ് പോലെ ആക്കി. എന്ത് കാണിക്കുന്നു? ലാസ്റ്റ് കരിഞ്ഞു പോവോ? ബുൾസയും ഓംപ്ലേറ്റും ഏതാണ്ടൊക്കെ പോലെ ആവുന്നുണ്ട്. പക്ക ഓംപ്ലേറ്റ് പോലെ തന്നെ ആയി. പുള്ളി ആ ചീഞ്ചട്ടി അടുപ്പിൽ നിന്നെടുത്തു, വീണ്ടും വെച്ചു. പുള്ളി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നല്ലൊരു പരുവത്തിലായി. പുള്ളി വീണ്ടും കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു. പുള്ളി വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുക. അടുപ്പിൽ നിന്ന് എടുത്തിട്ട് വീണ്ടും ഇളക്കുന്നു. പുള്ളി ആദ്യം ഒന്നും ഇളക്കിയതല്ലേ, വീണ്ടും ഇളക്കുന്നു എന്തിനാ? വീണ്ടും കൊണ്ടുവച്ചു. അവിടെ ഇട്ട് വീണ്ടും ഇളക്കി അത് പൊട്ടിച്ചു. ഇപ്പോൾ ഇത് വേറെ മോഡലായി. പുള്ളി അത് മുഴുവൻ ചെതറിച്ചു. അതിൻ്റെ തൊട്ട് ഏതാണ്ട് മസാല ഒഴിക്കുന്നുണ്ട്. ഏതാണ്ട് മനസ്സിലായില്ല. അതിനെ നന്നായിട്ട് മൂപ്പിക്കുന്നുണ്ട്, എണ്ണയിലിട്ട് മൂപ്പിക്കുന്നുണ്ട്. ഗരം മസാല വല്ലതും ആയിരിക്കും, എനിക്കതാണ് കറക്റ്റായിട്ട് അറിയത്തില്ല. ഇട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് തീയൊക്കെ കയറി പിടിക്കുന്നുണ്ട്. അതും ഓംപ്ലേറ്റും കൂടി ഇട്ട് മിക്സാക്കിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ഫ്രൈഡ് റൈസ് തന്നെ കിട്ടുമെന്ന് തന്നെ ഇപ്പോൾ സംശയമില്ല അത് കണ്ടിട്ട്. എന്തായാലും നോക്കാം. പുള്ളിയായി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഇളക്കാണ് പുള്ളി. പുള്ളിയുടെ ഇളക്ക് കണ്ടിട്ട് ഞാൻ പുള്ളിക്കൊരു പേരിട്ടു, ഇളക്കണ്ണൻ. എങ്ങനെയുണ്ട് ഈ പേര്? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഞാൻ പുള്ളിക്കിട്ട പേരാണ് ഇളക്കണ്ണൻ. ഇളക്കണ്ണൻ എന്ന് വിളിക്കാൻ പാടില്ല, പുള്ളി ഒരു ഹിന്ദിക്കാരനല്ലേ. ഇളക്ക് ഭായ്. അണ്ണാച്ചിയായിരുന്നു, ഇളക്കണ്ണൻ എന്ന് വിളിക്കായിരുന്നു. പുള്ളിയിട്ട് വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ കാര്യം എന്തായോ? പുള്ളി റൈസ് ഇടാൻ തുടങ്ങി. ഇനിയാണ് മെയിൻ സംഭവം. ഫ്രൈഡ് റൈസിൻ്റെ റൈസ് ഇടാൻ തുടങ്ങി. ഇപ്പം നമുക്ക് മിനിറ്റിനുള്ളിൽ ഫ്രൈഡ് റൈസ് കിട്ടും. ഫ്രൈഡ് റൈസെല്ലാം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് പണിയും കൂടെ ഉള്ളൂ. ഒരു 2-3 മിനിറ്റ്, മാക്സിമം ഒരു 4 മിനിറ്റ് അതിൽ നമുക്ക് ഫ്രൈഡ് റൈസ് കിട്ടും. നല്ല കിണ്ണൻ ഫ്രൈഡ് റൈസാണ് പുള്ളി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പുള്ളി വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇളക്കി ഇതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ള പരിപാടി എന്ന് വെച്ചാൽ ഇളക്കലാണ്. ഇളക്കിയാണ് ഈ സംഭവം ഉണ്ടാക്കുന്നത്. പുള്ളി അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓംപ്ലേറ്റും റൈസും കൂടെ പുള്ളി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കൂടെ ഇളക്കിയാണ് ലാസ്റ്റ് ഫ്രൈഡ് റൈസായിട്ട് വരുന്നത്. ഏതൊരു തന്നെ അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നു. പുള്ളി ഇളക്കിക്കൊണ്ടിരിക്കുന്നു.
സാധനം ഏകദേശം റെഡിയാകാറായി. ഇപ്പോൾ തന്നെ സാധനം നമുക്ക് കിട്ടും. സാധനം കഴിച്ചു നോക്കിയിട്ട് പറയും എങ്ങനെയുണ്ടെന്ന്. നമ്മൾ സ്റ്റാർ ഹോട്ടലിൽ നിന്നും ഫുഡ് കഴിക്കുന്നതിലും എത്രയോ മനോഹരമാണ് ഇതുപോലെ സ്ട്രീറ്റ് ഫുഡ് കഴിക്കുന്നത്. സ്ട്രീറ്റ് ഫുഡ് കഴിക്കുന്ന ഒരു വികാരമാണ്. ആ വഴിയിലെ കാഴ്ചകളും ആ മനോഹരമായ കാഴ്ചകളും ആ പോകുന്ന വണ്ടികളും ആൾക്കാരും ഇതൊക്കെ കണ്ട് നമുക്ക് കഴിച്ചാൽ പൈസയും കുറവ്, ഗുണമോ മെച്ചം, എല്ലാം മെച്ചം. പക്ഷേ നമ്മളൊരു വലിയൊരു പ്രീമിയം ഹോട്ടലിലൊക്കെ പോയി കഴിക്കുകയാണെങ്കിൽ നമുക്കിതൊന്നും ആസ്വദിക്കാൻ പറ്റില്ല. അവിടെ എ സിക്കകത്തിരുന്ന് കഴിച്ചിട്ട് ഇറങ്ങിപ്പോവുക. ഇതുപോലെ പല പല കാര്യങ്ങൾ നമുക്ക് ആസ്വദിച്ചത് കഴിക്കാൻ പറ്റില്ല. പുള്ളി അതിൻ്റെ അകത്തോട്ട് സോസ് ഒഴിക്കുന്നുണ്ട്. ഏകദേശം ഫ്രൈഡ് റൈസ് സെറ്റാകാറായി. പുള്ളിൻ്റെ അതൊക്കെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സോസായിരിക്കും, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പുള്ളി അതിൻ്റെ ഇടയ്ക്ക് വേറെ ആണ്ടോ സാധനം ഒഴിച്ചു, അതും എന്താണെന്ന് മനസ്സിലായില്ല. പുള്ളിയിട്ട് വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ ഏകദേശം ഒരു 8 മിനിറ്റ് സമയത്തോളമാണ് എടുക്കുന്നത്. പുള്ളി അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സംഭവം തീരും. അതിൻ്റെ അകത്തോട്ട് കുറച്ച് മല്ലിയിലയോ ഏതാണ്ടോ ഇടുന്നുണ്ട്. ഇനി വീണ്ടും ഇളക്കുകയാണ്. ഇളക്കലാണ് ഇതിൻ്റെ അകത്ത് മെയിൻ സംഭവം. ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഫ്രൈഡ് റൈസ് സെറ്റായി. ഇപ്പോൾ തന്നെ നമുക്കത് സെർവ് ചെയ്യാവുന്ന രീതിയിൽ ആകാറായി. വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് അടുപ്പിൽ നിന്ന് എടുത്തിട്ട് വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ചും മറിച്ചും ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബിരിയാണി ഏകദേശം സെറ്റാകാറായി. ഇത് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊറിക്കൊണ്ടിരിക്കുകയാണ്. സ്പൈസി സാധനമായിരിക്കും. കഴിച്ചു നോക്കുമ്പോൾ അറിയാം, ചിലപ്പോൾ വയറ്റിൽ പിടിക്കാൻ പറ്റാത്ത സാധനമായിരിക്കും. എന്തായാലും കഴിച്ചു നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ. നമ്മൾ പുറമേ കാണുന്ന പോലെ അല്ലല്ലോ. അത് വീണ്ടും ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. തീരും. ഇനി ഏകദേശം ഒരു മിനിറ്റ്, മാക്സിമം 1 മിനിറ്റ്, അതിനുള്ളിൽ നമ്മുടെ സാധനം റെഡിയാണ്. സാധനം റെഡിയായി. പുള്ളി കണ്ടൊക്കെ പറയുന്നുണ്ട്, ഒന്നുമേ പുരിയല്ലേ. പുള്ളി സാധനമൊക്കെ റെഡിയായി. പുള്ളി സെർവ് ചെയ്യാൻ തുടങ്ങി. വെറൈറ്റി പാത്രമൊക്കെയാണ്. സാധനം നമുക്ക് സെർവ് ചെയ്ത് കിട്ടാൻ തുടങ്ങി. വെറൈറ്റി പാത്രം. ഇത് കണ്ടിട്ട് എനിക്ക് ഡെസ്പാനായിട്ടത് ഓർമ്മ വന്നത്. വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ